എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കേരള സഹകരണ ബാങ്കിലാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. 94 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കേരള വിവിധ സഹകരണ സംഘത്തിലും ബാങ്കുകളിലും വ്യത്യസ്തമായ തസ്തികയിലോട്ട് നേരിട്ടുള്ള നിയമനം നടത്തുന്നു. ജൂനിയർ ക്ലർക്ക്, ക്യാഷ്യർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ആകെ 94 ഒഴിവുകളാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2026 ഏപ്രിൽ 4 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വേക്കൻസി ഡീറ്റെയിൽ ഓരോ തസ്തികയിലും ഒഴിവുകളും ശമ്പളം, യോഗ്യത എന്നിവ താഴെ പറഞ്ഞിരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 4 ഏപ്രിൽ 4 മുൻപായി നിങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സെക്രട്ടറി ആണ് 3 ഒഴിവാണുള്ളത്. ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ്. ശമ്പളം 15,110 മുതൽ 57,340 വരെയാണ്. യോഗ്യത ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ HDC ഉണ്ടായിരിക്കണം. അത് അല്ലെങ്കിൽ BSc സഹകരണ ബാങ്ക് അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ MBA ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ എക്സ്പീരിയൻസും വേണം. അസിസ്റ്റന്റ് സെക്രട്ടറി ഒഴിവുകൾ 6 തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡാണ്. 28,000 മുതൽ 69,250 വരെയാണ് സാലറി പറയുന്നത്. യോഗ്യരായവർ 50% മാർക്കോടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BSc ബിരുദം ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അടുത്ത വേക്കൻസി ക്യാഷ്യർ അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്കാണ്. ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ തസ്തികയിലോട്ടാണ്. എല്ലാ ജില്ലകളിലും ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 81 ഒഴിവാണുള്ളത്. വിവിധ ജില്ലകളായിട്ട് 21 ഒഴിവാണ്. സൂപ്പർ ഗ്രേഡ്. ശമ്പളം 18,300 മുതൽ 46,830 വരെയാണ് ഉള്ളത്. കാറ്റഗറി നമ്പർ 11/2026 സ്പെഷ്യൽ ഗ്രേഡിന് 39 ഒഴിവുകളാണുള്ളത്. അതിനും ശമ്പളം പറയുന്നുണ്ട് 13,480 മുതൽ 45,570 വരെയാണ് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. നല്ല സാലറി ഉണ്ട്. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി SLC ഉണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ SLC ഉള്ളവർക്കും JDC അല്ലെങ്കിൽ HDCയുടെ സഹകരണ ഐച്ഛികമായ കോഴ്സ് പാസ്സായിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. 1 ഒഴിവാണുള്ളത്. കാസർഗോഡ് ജില്ലയിലാണ്. 26,580 മുതൽ 63,790 വരെയാണ് സാലറി പറയുന്നത്. യോഗ്യത MCA അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസും. ഡാറ്റ എൻട്രി പറയുന്നത് 3 ഒഴിവുകളാണ്. പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ ജില്ലകളിലോട്ടാണ്. സാലറി പറയുന്നത് 14,270 മുതൽ 46,830 വരെയാണ്. യോഗ്യത ഏതെങ്കിലും ഒരു ബിരുദം, ഗവൺമെൻറ് അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് പറയുന്നത് 18-നും 40-നും ഇടയ്ക്കായിരിക്കും. SC, ST, OBCക്കാർക്ക്, സംവരണ വിഭാഗക്കാർക്ക് ആനുകൂല്യമായ വയസ്സളവ് ലഭിക്കുന്നതാണ്. അപേക്ഷ ഫീ ജനറൽ OBC വിഭാഗങ്ങൾക്ക് ഒരു ബാങ്കിലോട്ട് അപേക്ഷിക്കാം. 150 രൂപയാണ്. തുടർന്ന് ഓരോ ബാങ്കിനും 50 രൂപ വെച്ച് അധികമായി നൽകണമെന്നും പറയുന്നുണ്ട്. SC, STക്കാർക്ക് ഒരു ബാങ്കിലേക്ക് അപേക്ഷിക്കാം. 50 രൂപയാണ്. തുടർന്ന് ഓരോ ബാങ്കിലും അപേക്ഷിക്കണമെങ്കിൽ 50 രൂപ അധികം നൽകണമെന്നും പറയുന്നുണ്ട്. കൂടാതെ ഫീസിനോടൊപ്പം തന്നെ 18% GST കൂടി ഓൺലൈനായി അടയ്ക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യാനുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പൂർത്തിയാക്കിയ ശേഷം തങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുക. തപാൽ വഴിയുള്ള അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ലെന്നും പ്രത്യേകം പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.